once again to another episode of Fiji Arts. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനൊരു കാര്യം കാണിച്ചു. ഓക്കെ, ഇതാണ് ഐറ്റം, ഇതാണ് ആ പോർട്ട്ഫോളിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിരുന്നു ഒരു മിനിറ്റ്. ഞാനിത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചത് സിറോക്സ് 1000 എന്ന് പറയുന്ന ഒരു മെഷീനിലാണ്. സിറോക്സ് 1000 അതൊരു നല്ല ബെസ്റ്റ് ഡീറ്റെയിൽ ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്, മെഷീനിലാണ് ഞാനിത് പ്രിൻ്റ് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ഇതിൻ്റെ പേജസ് എല്ലാം വരുന്നത് 220 GSM എന്ന് പറയുന്നത്. GSM എന്ന് പറയുന്ന ഓരോ പേപ്പറിൻ്റെ ഓരോ വെയ്റ്റിനാണ് ഈ GSM ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാനിത് കവറായിട്ട് കൊടുത്തിരിക്കുന്ന ഈ സംഭവം ഇതുണ്ടോ, ആ ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഓക്കെ, ഗോൾഡൻ ഫിനിഷിംഗ് ആണ്. ഇത് സ്പെഷ്യൽ പേപ്പറാണ്. ഞാനിത് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഏകദേശം ഈ പേപ്പർ ബേസ് വെച്ച് അതിൻ്റെ റേറ്റ് കണക്കാക്കുന്നത്. ഓക്കെ ഗൈസ്, വേറൊന്ന് ഇതിൻ്റെ പ്രിൻറ്റിംഗ് ആണ്. ഓക്കെ, വൺ സൈഡ് പ്രിൻറ്റ് വന്നിട്ടുണ്ട്, ബാക്ക് സൈഡും പ്രിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡബിൾ സൈഡ് ആയല്ലോ, പിന്നെ ഒരു ഷീറ്റ് കണക്കാക്കും. അത്രമാത്രമേ അവർ കണക്കാക്കത്തുള്ളൂ. വേറൊന്ന് ഇത് സ്റ്റാർ പ്ലെയർ ഇങ്ങനെ അടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വയറിങ് ഇട്ടിരിക്കുന്നു. ഈ വയറിങ് ഇല്ല, രണ്ട് ഈ സംഭവം ഇതിങ്ങനെ ഇട്ടിരിക്കുന്നു. സ്റ്റാർ പ്ലെയർ ഇതിങ്ങനെ പിന്നടിച്ച് വെക്കുമ്പോൾ ഒരു പിന്നെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ആക്കുമ്പോൾ അത് ഇടുങ്ങിയിരിക്കുന്നുണ്ടോ, ഇങ്ങനെ തുറക്കാൻ പറ്റാത്ത ഒരു ലെവലിലിരിക്കുന്നുണ്ട് ഇങ്ങനെ. പിന്നെ ഇതാകുമ്പോൾ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ വയറിങ് ചെയ്ത് എളുപ്പമായിരിക്കും. അതായത് ഇത്രയും പേജസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും ഇതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ കേസ് നമ്മളിത് ആഡ് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഈ കട്ടിങ് ഭാഗം ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്തങ്ങ് പോകും. നമ്മളിത് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോൾ കട്ടിങ് ഇച്ചിരി ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇച്ചിരി ഷോർട്ടായിട്ട് ഇത് ആഡ് ചെയ്ത് വെക്കാവുള്ളൂ. ഓക്കെ, ചെറിയൊരു ഗ്രിഡ് ലൈൻ വരച്ചിട്ട് നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് സുമൗട്ടായിട്ട് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, ഞാനിനി ചെറിയൊരു ഐറ്റം കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ട്, ഇത് ബിഗ്, ഇത് മിനി. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് മിനി പോർട്ട്ഫോളിയോ. ഇതാകുമ്പോൾ വലിയ ഭാരമൊന്നുമില്ല, കയ്യിൽ ഒതുങ്ങും, സിമ്പിളാണ്. നമ്മളത് നേരത്തെ കാണിച്ച അതേ പേജസുകൾ തന്നെയാണ്. ഉണ്ടോ, ഇതാകുമ്പോൾ പ്രൈസും അധികം കുറഞ്ഞിരിക്കും, മനസ്സിലായി. അത് ഇതിപ്പോൾ പിന്നെ 12-18 ഇഞ്ചല്ലായിരുന്നു, അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈസായിരിക്കും. അതൊരു ചെറിയൊരു സൈസിൽ അങ്ങനെ എടുത്തിരിക്കും. പിന്നെ ഞാനതിൻ്റെ കവർ സ്പെഷ്യൽ പേപ്പർ ഒഴിവാക്കി. ഇതിന് കവറില്ല, ഇതിൻ്റെ ഈ കവർ നല്ല കട്ടിയുള്ള സംഭവം. ഇത് 300 GSM ആണ്. അതായത് 220 GSM-നെക്കാട്ടിലും അടുത്തൊരു പടി വരുന്ന ഒരു ഇതാണ്. കുറച്ചുകൂടെ കട്ടി വരും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നോർമൽ സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ പോർട്ട്ഫോളിയോ റെഡിയാക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിനോ അതിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ്, വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് നേരിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഓൺലൈൻ വഴി, നമുക്ക് നെറ്റ് വഴിയൊക്കെ നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ വരും. അപ്പോൾ അവർ സോഫ്റ്റ് കോപ്പീസ് അയച്ചു തരാൻ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്പോൾ നിങ്ങളതിൻ്റെ ഒറിജിനൽ അയച്ചു കൊടുക്കില്ല. ഓക്കെ, നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേരില്ല, ഇവിടെ വാട്ടർമാർക്കില്ല, വാട്ടർമാർക്കായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക, പിന്നെ ഇതിൻ്റെ PDF ആക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഇതിൻ്റെ ഒറിജിനൽ അയച്ചു കൊടുക്കില്ല. ഓക്കെ, ഒറിജിനൽ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലേ ഞാൻ തൊട്ടടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ ടോണി, ഫിജി ആർട്സ്, സൈനിങ് ഔട്ട്.